ഇന്ന് ദേശീയ ചിത്രശലഭ ദിനമാണ്. നമുക്ക് ചുറ്റും കാണുന്ന ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ അവയെ സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളായ സുശാന്ത് കുമാറാണ് ഇന്ന് സി പോസിറ്റീവിനൊപ്പം അതിഥിയായി എത്തുന്നത്. ചിത്രശലഭങ്ങളെക്കുറിച്ച് 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശലഭങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കും. സർ നമസ്കാരം, സ്വാഗതം സി പോസിറ്റീവിലേക്ക്. നമസ്കാരം. അപ്പോൾ ഇന്ന് ദേശീയ ചിത്രശലഭ ദിനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദിനം, അതിന്റെ പ്രാധാന്യം എന്താണ്? അത് തന്നെയാണ് ആകാം ആദ്യം നമുക്ക് സംസാരിക്കാം. നമ്മള് പക്ഷികളെയും ബർത്ത്ഡേ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ എന്തുകൊണ്ടോ നമ്മള് ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡേ നമ്മൾ ഒരിക്കലും അധികമായിട്ട് ആഘോഷിച്ച് കാണാറില്ല. നമ്മൾ ബട്ടർഫ്ലൈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളന്ന് കുറച്ച് ബട്ടർഫ്ലൈ നിരീക്ഷിക്കുന്നവരും ബട്ടർഫ്ലൈ പ്രേമികളും ഒക്കെ ആയിട്ട് ചിലപ്പം ചിത്രശലഭ നിരീക്ഷണത്തിനൊക്കെ ആയിട്ട് പോകാറുണ്ട്. വലിയൊരു പ്രാധാന്യം ഇന്ത്യയിൽ അത് കൊടുത്തതായിട്ട് കണ്ടു വരാറില്ല. ചിത്രശലഭങ്ങളും നമ്മുടെ പരിസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹണി ബീസ് കഴിഞ്ഞാൽ, നമ്മുടെ തേനീച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാഗണത്തിന് സഹായിക്കുന്ന ചിത്രശലഭങ്ങളാണ്. അപ്പൊ അവയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അവബോധം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ പറയുന്ന ഈ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡേ. ആ ദിവസത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാനൊക്കെ സഹായിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത് ഗൂഗിളിലും അതുപോലെ ഇന്റർനെറ്റിലൊക്കെ കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് കേരളത്തില് ധാരാളം ചിത്രശലഭം നിരീക്ഷിക്കുന്നവരും ചിത്രശലഭം സ്നേഹിക്കുന്നവരും ഗവേഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ദിനങ്ങൾ നമ്മൾ കൂട്ടായ്മയോട് കൂടി ആഘോഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് അടുത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. കാടുകളിലും അതുപോലെ വയലേലകളിലും കാണുന്ന ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. ധാരാളം ചിത്രശലഭങ്ങൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലും പെൻസിലാൻഡിലൊക്കെ ആയിട്ട് ഏതാണ്ട് 340 കൂടുതൽ ചിത്രശലഭങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ 1318 ചിത്രശലഭങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സദേൺ ബെൽവിംഗ് ഗരുഡശലഭം ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായി പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഗോൾഡൻ ബെൽവിംഗ് എന്നുള്ള ഉത്തരാഖണ്ഡിലൊക്കെ കാണുന്ന ചിത്രശലഭമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചിത്രശലഭം. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചിത്രശലഭവും അതുപോലെ ഏറ്റവും ചെറിയ ചിത്രശലഭമായിട്ടുള്ള രത്നനീലയെ പോലുള്ള, ഗ്രാസ് ജുവലിനെ പോലുള്ള വളരെ ചെറിയ ചിത്രശലഭങ്ങളുമുണ്ട്. പിന്നെ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത ചിത്രശലഭങ്ങൾ തേൻ മാത്രമാണ് കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതൊരു തെറ്റായ ഒരു ഇതാണ്. തേൻ മാത്രമല്ല ചിത്രശലഭങ്ങൾ കഴിക്കുന്നത്. ചിത്രശലഭങ്ങൾ ആഹാരത്തിന് വേണ്ടിയിട്ട് വേറെ ധാതു ലവണങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ തേൻ ഒഴികെയുള്ള കാര്യങ്ങളും ചിത്രശലഭങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോ അഴുകി കിടക്കുന്ന ഞണ്ടുകളുടെ എല്ലാം തോടിൽ നിന്നുള്ള സത്ത് വലിച്ചു കുടിക്കാറുണ്ട്. അതുപോലെ നനവുള്ള സ്ഥലങ്ങളിൽ നിന്നും സത്ത് വലിച്ചു കുടിക്കാറുണ്ട്. അപ്പൊ ഇത് അതിന്റെ പ്രത്യുൽപാദനത്തിന്, ആൺശലഭങ്ങളാണ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് അവര് അത് സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ വെറും ചിത്രശലഭങ്ങള് തേനുണ്ട് മാത്രം ജീവിക്കുന്ന ജീവികളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചിത്രശലഭങ്ങൾ പരാഗണത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പൂക്കളിൽ അവയുടെ പ്രൊബോസിസ് എന്ന് പറഞ്ഞ തുമ്പിക്കൈ താഴ്ത്തുമ്പോഴത്തേക്കും ആ പരാഗണ രേണുക്കള് ആ തുമ്പിക്കൈയില് പുരളുകയും അത് അടുത്തൊരു ചെടിയിൽ പോയിട്ട്, പൂവിൽ പോയിട്ട് ആ പ്രൊബോസിസ് താഴ്ത്തുമ്പോൾ വീണ്ടും അതിലേക്ക് പരാഗണം നടക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളെ ചിത്രശലഭങ്ങള് ബേർഡ് വിങ് സോളോടെയിൽ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾ അവർ ഒരിക്കലും നിൽക്കാറില്ല. അവരിങ്ങനെ പറന്നു തന്നെ ഹോവർ എന്നാണ് പറയുന്നത്. ഹോവർ ചെയ്തുകൊണ്ട് തന്നെ അവർ തേൻ കുടിക്കും. എന്നാൽ വേറെ ചിത്രശലഭങ്ങളാണെങ്കിൽ, ബ്ലൂ ടൈഗർ പോലുള്ള ചിത്രശലഭങ്ങളാണെങ്കിൽ അവർ ഇപ്പോൾ കാണിക്കുന്നത് കാരണം ഇത് മിനറൽസ് കളക്ട് ചെയ്യുന്നതാണ്. ചിത്രശലഭങ്ങൾ, കടുവാശലഭങ്ങൾ എന്ന് പറയുന്ന ബ്ലൂ ടൈഗർ, ഇത് വെസ്റ്റേൺ എൻഡമിക് ചിത്രശലഭമായിട്ടുള്ള ഒരു തമിഴ് കാറ്റ്സയാണ്. നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ 36 ഇനത്തിൽ കൂടുതൽ എൻഡമിക് ആയിട്ടുള്ള തനതായിട്ടുള്ള ചിത്രശലഭങ്ങളുണ്ട്. അതുപോലെ കാണാൻ ഭംഗിയുള്ള, കാണാൻ അഴകുള്ള ചിത്രശലഭങ്ങളുണ്ട്. വളരെ ചെറിയ സ്കിപ്പേഴ്സ് എന്ന് വിളിക്കുന്ന, നമുക്ക് ശരിക്കും ചിലപ്പോൾ നിശാശലഭത്തെ അനുസ്മരിക്കുന്ന തരത്തില് ഇത് ഇപ്പൊ കാണിക്കുന്ന ഈ ചിത്രശലഭം പൊളിച്ചിന് എന്ന് പറഞ്ഞ ഇത് ഒരു സ്കിപ്പറാണ്. വളരെ പെട്ടെന്ന് മിന്നിമാഞ്ഞു പോകും. ഇതും ഒരു സ്കിപ്പർ ചിത്രശലഭമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വിവിധ ഇനത്തിൽ 6 ചിത്രശലഭ കുടുംബങ്ങളിലായിട്ടാണ് നമുക്ക് ചിത്രശലഭങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഇവയിൽ എല്ലാ കുടുംബത്തിലുള്ള ചിത്രശലഭങ്ങളും നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ കാണുന്ന നിംഫാലിഡെ എന്ന് വിളിക്കുന്ന രോമക്കാലൻ ചിത്രശലഭങ്ങളാണ്. നല്ല ഭംഗിയുള്ള വളരെ ഓറഞ്ച് കളറും അതുപോലെ ടോണി കളറും ഒക്കെ ഉള്ള ചിത്രശലഭങ്ങളാണ്. ഇത് വെളിമ്പി ശലഭങ്ങളാണ്. ഇന്ന് ദേശീയ ചിത്രശലഭ ദിനമാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അവയുടെ ഏതൊക്കെ തരത്തിലുള്ളതാണ് ഏതൊക്കെയാണെന്നുള്ളത് കാര്യം തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അവയെക്കുറിച്ച് പഠിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. സുശാന്ത് കുമാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ പലതരത്തിലുള്ള പല സ്പീഷീസുകളിലുള്ള ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ചിത്രശലഭങ്ങൾ വംശനാശ ഭീഷണിയുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ സുശാന്ത് കുമാർ, ഈ കാലഘട്ടത്തിൽ ഈ ചിത്രശലഭങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വംശനാശ ഭീഷണി തന്നെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ ഒരു സമയത്ത് ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പല സ്പീഷീസുകളിലായുള്ള ചിത്രശലഭങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടം കൂടി തന്നെയാണ്, അല്ലേ? തീർച്ചയായും നമുക്ക് ചിത്രശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥ വളരെയധികം ചുരുങ്ങി പോകുന്നുണ്ട്. അതുപോലെ അവയുടെ ആഹാരച്ചെടികൾ എന്ന് പറയുമ്പോൾ ചിത്രശലഭങ്ങൾക്ക് തേൻ പിടിക്കാൻ മാത്രമല്ല ചെടികൾ ആവശ്യം. ചിത്രശലഭങ്ങളുടെ പ്രത്യുത്പാദനത്തിന്, അവയുടെ പ്രജനനത്തിന് അവയ്ക്ക് ചില ചെടികൾ ആവശ്യമുണ്ട്. ആഹാരച്ചെടികൾ എന്ന് പറയും, ഫുഡ് പ്ലാന്റ്സ് എന്ന് പറയും, ഹോസ്റ്റ് പ്ലാന്റ്സ് എന്നൊക്കെ പറയും. ആ ഫുഡ് പ്ലാന്റ്സിലാണ് അത് മുട്ടയിട്ടിട്ട് ചിത്രശലഭങ്ങളിലെ എല്ലാവർക്കും അറിയാമല്ലോ, ചിത്രശലഭങ്ങൾ രൂപാന്തരണ ഘട്ടമുണ്ട്. 4 ഘട്ടങ്ങളിൽ കൂടി കടന്നാണ് മുട്ട, ശലഭപ്പുഴു, പ്യൂപ്പ, അത് കഴിഞ്ഞ് മുതിർന്ന ശലഭം, ഇങ്ങനെ 4 ഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ 4 ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അവയ്ക്ക് ശലഭപ്പുഴു ആയിരിക്കുന്ന സമയത്ത് അവയ്ക്ക് ചെടികളിൽ നിന്നും പ്രത്യേക ചില ചെടികളിൽ മുട്ടയിടാൻ കഴിയുള്ളൂ. ആ ചെടികളിലെ ഇലകൾ ഭക്ഷിച്ചിട്ടാണ് അവ ജീവിക്കുന്നത്. ഇപ്പോ ഗരുഡശലഭം പോലുള്ള വലിയ ചിത്രശലഭങ്ങളുടെ പ്രധാന ആഹാര സസ്യമായ ഗരുഡക്കൊടി, അതുപോലുള്ള കുറ്റിക്കറുവ തുടങ്ങിയ സസ്യങ്ങൾ ഇപ്പൊ വളരെയധികം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും നമ്മുടെ കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. അവയുടെ നിലനിൽപ്പിന് ഇപ്പൊ വളരെയധികം ഭീഷണി നേരിടുന്നു. അതുപോലെ സോളോ ടൈലിന് നമ്മുടെ സംസ്ഥാന ചിത്രശലഭമായിട്ടുള്ള ബുദ്ധമയൂരി എന്ന് പറഞ്ഞ ചിത്രശലഭം, അവയുടെ ആഹാരച്ചെടി മുള്ളിലമാണ്. അതിന്റെയും മുള്ളിലത്തിന്റെ അപര്യാപ്തത നിമിത്തം ആ ചിത്രശലഭത്തിന്റെ നിലനിൽപ്പും വളരെ ഭീഷണിയാണ്. ഇപ്പൊ നമ്മുടെ തെക്കൻ കേരളത്തിൽ ബുദ്ധമയൂരിയെ പോലുള്ള ചിത്രശലഭങ്ങൾ, നമ്മുടെ ബുദ്ധ പീക്കോക്ക് പോലുള്ള, മലബാർ ബാൻഡഡ് പീക്കോക്ക് പോലുള്ള ചിത്രശലഭങ്ങൾ വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ കണിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പർ എന്നുള്ള ചിത്രശലഭം പണ്ട് കാലത്ത് വനാന്തരങ്ങളിൽ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ തേൻ കുടിക്കാനായിട്ട് ഇപ്പോ പട്ടണങ്ങളിലെ വീടുകളിൽ പോലുള്ള ഗാർഡനിൽ പോലും സന്ദർശിക്കാറുണ്ട്. അപ്പൊ ചിത്രശലഭങ്ങൾ പല അഡാപ്റ്റേഷനും നോക്കുന്നുണ്ട്. ഇപ്പൊ കാടുകളിൽ തേൻ ചെടികളും അതുപോലുള്ള ആഹാര ചെടികളും കുറയുമ്പോൾ അവ നാട്ടിൻപുറങ്ങളിലേക്ക് സഞ്ചരിക്കാറുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇത് വളരെയധികം നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാടുകളിൽ കാണുന്ന ഒരുപാട് ചിത്രശലഭങ്ങൾ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആഹാരം തേടിയും അതുപോലെ അതിന്റെ ഫുഡ് പ്ലാന്റ് തേടി പല ചിത്രശലഭങ്ങൾ. അതിനുശേഷം ഇപ്പൊ ഞാൻ എന്റെ വീടിനടുത്ത്, ഞാൻ തിരുവനന്തപുരം നഗരത്തിലാണ് താമസിക്കുന്നത്. ഇതൊരു ചോക്ലേറ്റ് ആൽബർട്ടസ് എന്ന് പറഞ്ഞ നീർമാതള ശലഭമാണ്. ഇതൊരു കാലത്ത് കാടുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നീർമാതളം എന്നുള്ള ചെടിയാണ് ഇതിന്റെ ഫുഡ് പ്ലാന്റ്. ഇപ്പൊ നീർമാതളം ഇപ്പൊ വീട്ടിൽ നട്ടുപിടിച്ചപ്പോൾ ഇപ്പൊ ചോക്ലേറ്റ് ആൽബർട്ടസ് എന്ന് പറഞ്ഞ നീർമാതള ശലഭം ധാരാളമായി വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചിത്രശലഭങ്ങൾക്ക് നമുക്കിപ്പോ ചിത്രശലഭ ഉദ്യാനം, അതുപോലെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ചിത്രശലഭങ്ങളെ കൂടുതലായിട്ട് നമുക്ക് അവയെ നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. വലിയ ചിത്രശലഭ ഉദ്യാനങ്ങൾ ഇപ്പൊ വനം വകുപ്പും അതുപോലെ ടൂറിസം വകുപ്പും ഒക്കെ ഉദ്യാനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്കതുപോലെ വളരെ ചെറിയ ഒരു വലിയ ചെലവൊന്നും കൂടാതെ തന്നെ നമുക്കൊരു ചിത്രശലഭ ഉദ്യാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് പൂച്ചെടികൾ, സൂര്യകാന്തി വർഗത്തിൽപ്പെട്ട, കോസ്മോസ് വർഗത്തിൽപ്പെട്ട ചെടികൾ, തെറ്റി വർഗത്തിൽപ്പെട്ട ചെടികൾ, ഇപ്പോൾ കാണിക്കുന്ന ഈ സൂര്യകാന്തി പൂവ്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഒരു 25 എണ്ണത്തിൽ കൂടുതൽ, സ്വന്തം അനുഭവത്തിൽ 25 എണ്ണത്തിൽ കൂടുതൽ ചിത്രശലഭങ്ങൾ, 25-30 എണ്ണത്തിൽ കൂടുതൽ ചിത്രശലഭങ്ങൾ നമ്മുടെ വീട് സന്ദർശിക്കും. അതുപോലെ അതിന് അനുയോജ്യമായ കറിവേപ്പില, നാരകം, അതുപോലുള്ള ചെടികൾ, ഫുഡ് പ്ലാന്റ്, അതിന്റെ ആഹാര ചെടികൾ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടെങ്കിൽ, തെറ്റി, മന്ദാരം ഇതൊക്കെ ഉണ്ടെങ്കിൽ, നീർമാതളം ഒക്കെ ഉണ്ടെങ്കിൽ അവ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഈ ചെടികളിൽ മുട്ടയിട്ട് ഇവിടെ തന്നെ കഴിയും. അപ്പൊ അങ്ങനെ ഇടക്കാലത്ത് ഞങ്ങളുടെ ഗ്രൂപ്പ് മാർബിൾസിൻ വീഡേഴ്സ് തിരുവനന്തപുരത്ത് ചിത്രശലഭ ഉദ്യാനം ഞങ്ങൾ ആദ്യമായി 2000 ഞങ്ങൾ ആരംഭിച്ചു. ഒരുപാട് സ്കൂളുകളിൽ അങ്ങനെ ചിത്രശലഭ ഉദ്യാനങ്ങൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് വളരെ എളുപ്പം, നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പക്ഷികൾക്ക് മുമ്പേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചിത്രശലഭങ്ങളോടൊപ്പം ഓടി നടക്കാനും ചിത്രശലഭങ്ങളെ പിടിക്കുവാനും ഒക്കെയാണ്. അപ്പൊ അത് കുട്ടികൾക്ക് പെട്ടെന്ന് പ്രകൃതിയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരിതാണ് ചിത്രശലഭ നിരീക്ഷണം, ഈ ചിത്രശലഭ ഉദ്യാനം പോലുള്ള കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും അവർക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും ചിത്രശലഭങ്ങളെ നിലനിർത്താനും ഒക്കെ അവർക്കത് പലപ്പോഴും സഹായിക്കാറുണ്ട്. പിന്നീട് നമ്മളിപ്പോ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മനസ്സിൽ പ്രകൃതിയെ കുറിച്ച് പതിയുന്ന
നനുത്ത വികാരങ്ങളാണ്. പിന്നീട് നമ്മൾ എത്ര മുതിർന്നവരാകുമ്പോഴും നമുക്ക് പ്രകൃതിയോട് എപ്പോഴും ഒരു സ്നേഹമുണ്ടാകും. നമുക്ക് ആ പ്രകൃതി സ്നേഹം നമ്മുടെ ബാല്യകാലത്ത് നിന്ന് തന്നെ ലഭിക്കണം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പിന്നീട് പ്രകൃതിയെ നമുക്ക് നശിപ്പിക്കാനോ അതുപോലെ ചിത്രശലഭങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. ചിത്രശലഭ ഉദ്യാനങ്ങൾ, ചിത്രശലഭങ്ങൾക്ക് വരുന്നതിനുള്ള തുറസാ സ്ഥലങ്ങളിൽ ധാരാളം ചെടികൾ, പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക. അത് ഗാർഡനിലായിരുന്നാലും ഇപ്പൊ കോർപ്പറേഷനും അതിങ്ങനത്തെ ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയെല്ലാം ചിത്രശലഭങ്ങൾ ഇതുപോലെ പാറി നടക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ചിത്രശലഭ അന്താരാഷ്ട്ര ചിത്രശലഭ ദിനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഊന്നിപ്പറയാനുള്ള ചിത്രശലഭങ്ങളെ സംരക്ഷിക്കുന്നതിന് ചിത്രശലഭ ഉദ്യാനങ്ങളും അതുപോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥകളിൽ പോലും ചിത്രശലഭത്തെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് നിലനിർത്തുവാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ചിത്രശലഭങ്ങളെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി മാത്രമാണ് നമ്മൾ സാധാരണ ആയിട്ടുള്ളവർ ആസ്വദിക്കുന്നത്. അപ്പോൾ ഇവയിലെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇവയെ അറിയുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര തരത്തിലുള്ള ചിത്രശലഭങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എനിക്ക് ഞാൻ 200 പരം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് 300ഓളം കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു 400 കൂടുതൽ 500 അടുപ്പിച്ച് ചിത്രശലഭങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായ ചിത്രശലഭങ്ങൾ കാണുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ഗുവാഹട്ടി മുതൽ നമ്മുടെ അരുണാചൽ, മേഘാലയ എന്നീ പ്രദേശങ്ങളാണ് ഏറ്റവും സുന്ദരമായ ചിത്രശലഭങ്ങൾ കാണുന്നത്. അവിടെ ഏതാണ്ട് 1000ഓളം ഇനമുണ്ട്. നമുക്കാകെ 340 ഇനമുള്ളപ്പോൾ അവർക്ക് 1000ഓളം ഇനമുണ്ട്. അപ്പൊ അങ്ങനെ കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സുന്ദര ശലഭങ്ങളായ സോളോ ടൈൽസ്, അതുപോലെ ഇപ്പൊ കാണിക്കുന്ന നിംഫാലിഡേ, രാമക്കാലം ചിത്രശലഭം, ഇവയെല്ലാം നിരീക്ഷിക്കുവാനും അവയുടെ ആഹാര സസ്യങ്ങൾ നിരീക്ഷിക്കുവാനും അവയുടെ രൂപാന്തരണ ഘട്ടം പഠനങ്ങൾ നടത്തുവാനും പല ഗവേഷണങ്ങൾ നടത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ തവണയും ഓരോ ചിത്രശലഭത്തിനെ കാണുമ്പോഴും അവയുടെ പ്രത്യേക രീതിയിലുള്ള ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ എന്ന് വിളിക്കുന്ന യവന നീലി എന്നുള്ള ഇതിന്റെ ചിറകടയ്ക്കുമ്പോൾ ഇതിന്റെ ഒരു തവിട്ട് കാണുന്നു. പക്ഷെ ചിറക് തുറക്കുമ്പോൾ ഭയങ്കര മിന്നുന്ന ഒരു മയിൽ വർണ്ണമോ അല്ലെങ്കിൽ മിന്നുന്ന വയലറ്റ് കളറിന് നീലേക്കാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഒരു ചിലപ്പത്തിൽ നമ്മൾ എത്ര വട്ടം കണ്ടാലും ചിലപ്പോൾ നമുക്ക് ഇത് വനദേവത എന്ന് പറഞ്ഞ ചിത്രശലഭം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഒരു വനദേവതയെ പോലെ ഇങ്ങനെ വളരെ ഫ്ലോട്ട് ചെയ്ത് പറന്നു പോവുകയാണ്. അപ്പൊ ഇത്തരം കാഴ്ചകൾ നമുക്ക് നമ്മൾ എത്ര എണ്ണം അവയെ കണ്ടാലും വീണ്ടും വീണ്ടും നമുക്ക് അവയെ കാണാൻ നമ്മൾ കൊതിപ്പിക്കുന്നതാണ്. ഇപ്പോ ഗരുഡശലഭത്തിന്റെ വളരെ ഗോൾഡൻ യെല്ലോ കളറ്, അവയുടെ ചിറകടിക്കൽ, അപ്പൊ പൂവലൂട്ടും പറന്നു നടക്കൽ, ഇതൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് ആകർഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചിത്രശലഭങ്ങൾ ഇനിയും കാണണമെന്നും കേരളത്തിൽ ഇനിയും കാണാത്ത എനിക്ക് കാണാൻ കഴിയാത്ത കുറെ ചിത്രശലഭങ്ങളുണ്ട്. അവയെ കാണണമെന്നും കാനന യാത്രകളിലും അതുപോലെ മറ്റ് യാത്രകളിലൊക്കെ അവയെ കണ്ടുപിടിക്കണമെന്നും അവയെ നിരീക്ഷിക്കണമെന്നും അവയെ ഫോട്ടോഗ്രാഫി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതാണ് നമ്മൾ മുന്നോട്ട് നടത്തുന്നത്. അതോടൊപ്പം പ്രകൃതിയിലെ സുന്ദര പറക്കും രത്നങ്ങൾ എന്ന് വിളിക്കുന്ന ഫ്ലൈയിങ് ജുവൽസ് എന്ന് വിളിക്കുന്ന ചിത്രശലഭങ്ങളെ നിലനിർത്തുവാനും നമുക്ക് കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അതോടൊപ്പം അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യുക, കൂടുതൽ അതിനെ കുറിച്ചുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുക, ലേഖനങ്ങൾ തയ്യാറാക്കുക, അതുപോലെ സ്കൂളുകളിൽ ചിത്രശലഭ ഉദ്യാനം ഉണ്ടാക്കുന്നതിൽ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയുമെന്നീ കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ചിത്രശലഭങ്ങളെ കാണാനും അവയെ ആസ്വദിക്കാനും അവയുടെ ഭംഗി കാണാനും ഒക്കെ തന്നെ ഇഷ്ടമാണ്. പക്ഷേ ഒരല്പം കൂടുതൽ സ്നേഹം താങ്കൾക്ക് ഇവയോട് വരാൻ എന്താണ് കാരണം? അതെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? കാരണം താങ്കൾ അതിനെക്കുറിച്ച് കൂടുതൽ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനോട് കുറച്ച് കൂടുതൽ സ്നേഹം വരാൻ എന്താണ് കാരണം? ഇന്ന് ദേശീയ ചിത്രശലഭ ദിനമാണ്. ഒരുപാട് ചിത്രശലഭങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മുടെ അതിഥിയായ എത്തിയ സുശാന്ത് കുമാർ നമ്മോടൊപ്പം പങ്കുവച്ചത്. അദ്ദേഹത്തിലേക്ക് തന്നെ എത്തുകയാണ്. ശ്രീ സുശാന്ത് കുമാർ, നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചിത്രശലഭങ്ങളെ കാണാനും അവരുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ തന്നെ ഇഷ്ടമാണ്. പക്ഷെ താങ്കൾക്ക് ഒരുപക്ഷെ ഒരല്പം ഇഷ്ടം അതിനോട് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള കാരണം എന്താണ്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അത് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. തിരുവനന്തപുരം ആദ്യത്തെ ഞാൻ എന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ നിറയെ ചെടികളും അതുപോലെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അത് സിറ്റിയുടെ ഭാഗമായ ഒരു നഗറായി. പക്ഷെ അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് ധാരാളം ഇപ്പോ തുമ്പികളെ കാണാറുണ്ട്, അതുപോലെ പക്ഷികളെ കാണാറുണ്ട്, ചിത്രശലഭങ്ങളെ കാണാറുണ്ട്. പലതിനും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഞ്ഞ നിറത്തിലുള്ള ഞങ്ങളൊക്കെ അത് മഞ്ഞപ്പക്കി എന്നാണ് പറയുന്നത്. ഗ്രാസിൽ നിന്നുള്ള മഞ്ഞപ്പാപ്പാത്തി ശലഭങ്ങൾ ധാരാളം കണ്ടിരുന്നു. അതുപോലെ കണ്ണാമ്പക്കി നമ്മളിങ്ങനെ ചിറകി ഇങ്ങനെ തുറക്കുമ്പോൾ പെട്ടെന്ന് വലിയ കണ്ണുകൾ ഇങ്ങനെ കാണും. അപ്പൊ കുട്ടിക്കാലത്ത് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ്. അതിനെ
ഫോർ റിംഗ് അല്ലെങ്കിൽ നാൽക്കണ്ണി, ഫൈവ് റിംഗ് എന്ന് പറയുന്ന പഞ്ചനേത്രി എന്നൊക്കെ പറയുന്ന ചിത്രശലഭങ്ങളാണ്. അപ്പൊ അവയൊക്കെ കുട്ടിക്കാലത്ത് വളരെയധികം ആകർഷിച്ചിരുന്നു. അതുപോലെ വലിയ ചിറക് ഉയർത്തി പറന്നു പോകുന്ന ഗരുഡശലഭം, എന്നെ പേരൊന്നും അറിയില്ല, അതുപോലെ ചിത്രശലഭങ്ങള്. പിന്നീട് ഇപ്പൊ കാണിക്കുന്ന ഈ സൈക്കി എന്ന് വിളിക്കുന്ന വെണ്ണശലഭം, അതിങ്ങനെ കടലാസ് പോലെ ഇങ്ങനെ പറന്നു പോകും. കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെറിയ കമ്പിങ്ങനെ ചെറിയ ചെടി ഒടിച്ചിട്ട് അതിനെ ഇങ്ങനെ വീശുമ്പോഴത്തേക്കും ഈ സൈക്കയൊക്കെ തറയിൽ വീഴും, അവയെ പിടിച്ചു നോക്കും. അപ്പൊ അതുപോലുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു അതായിരുന്നു. പിന്നെ വീട്ടിലും അങ്ങനെ പ്രകൃതിയെ കുറിച്ചും പക്ഷികളെ കുറിച്ചൊക്കെ എന്നാലും ഒരുവിധം നാടൻ പേരുകളൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷി ഈ ചിത്രശലഭങ്ങളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ടൊരു സ്നേഹം ഉണ്ടാവാനും അവയെ പിന്നീട് വലുതായതിനു ശേഷം അവയെ കുറിച്ച് കൂടുതൽ അറിയുവാനും. ഇപ്പോ ചിത്രശലഭങ്ങളെ കുറിച്ച് അത്ര വലിയ അറിവൊന്നും നമുക്കില്ലായിരുന്നു. 1986 ശ്രീ സുരേഷ് ഇളവൻ മാതൃഭൂമി ആനന്ദ പതിപ്പിൽ എഴുതിയ കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന ലേഖനം പറയുന്ന ചിത്രശലഭങ്ങളെ കൂടുതലും ഇവയ്ക്ക് ഇത്രമാത്രം പേരുകളുണ്ടെന്നും ഇവയ്ക്കും വ്യത്യസ്തമായ പേരുകളും ഇനങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാനും പിന്നെ കൂടുതൽ ഇതുമായിട്ടുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങൾ നോക്കി പിന്നീട് അവയെ വളരെ ഇതായിട്ട് 80കളിലാണ് ചിത്രശലഭങ്ങളെ സീരിയസ് ആയിട്ട് പഠിക്കുവാനും അവയെക്കുറിച്ചുള്ള മറ്റു പഠനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുവാനും കഴിയും. അങ്ങനെയാണ് ചിത്രശലഭങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്. പക്ഷികളെ കുറിച്ചാണ് ഞാൻ ആദ്യം ഒരു പക്ഷി നിരീക്ഷകനായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ചിത്രശലഭങ്ങളിലേക്കും എന്റെ കുട്ടിക്കാലത്തുള്ള അവയുമായിട്ടുള്ള ബന്ധമായിരിക്കും ചിത്രശലഭങ്ങളിലേക്കും എനിക്ക് ആകർഷിച്ച് കൂടുതൽ അവയെക്കുറിച്ച് പഠിക്കുവാനും അവയെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതുവാനും കുട്ടികളിൽ കൂടുതൽ ചിത്രശലഭങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനും ബട്ടർഫ്ലൈ ഗാർഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകളിൽ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും ചില സ്കൂളുകളിൽ ആ ഗാർഡനുകൾ നിലനിന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പരിശ്രമം, എന്റെ ഗ്രൂപ്പിന്റെ പരിശ്രമം വളരെ നന്നായി, ഞങ്ങളുടെയൊക്കെ പരിശ്രമം വളരെ നന്നായി തോന്നാറുണ്ട്. പുത്തൻ തലമുറയ്ക്ക് ചിത്രശലഭങ്ങളിൽ കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ചിത്രശലഭങ്ങളെ നിരന്തരം നിരീക്ഷിക്കുക ഒക്കെ ചെയ്യുന്നത്. കാരണം പാറിപ്പറ നടക്കുന്ന ഈ ചിത്രശലഭങ്ങളെ നിരന്തരം നിരീക്ഷിക്കുക, അവയുടെ ചലനങ്ങൾ ഒക്കെ മനസ്സിലാക്കുക എത്രത്തോളം ശ്രമകരമായ കാര്യമാണ് അത് അവയെ നിരീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് നമുക്ക് ചിത്രശലഭങ്ങൾ ഇപ്പൊ പക്ഷിയാണെങ്കിൽ നമുക്ക് മരത്തിലേക്ക് നോക്കാൻ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പേർക്ക് പറക്കാം. ചിത്രശലഭങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വെണ്ണശലഭമൊക്കെ നിലത്താണ് പറക്കുന്നത്, മഞ്ഞശലഭങ്ങളും നിലത്താണ് പറക്കുന്നത്. അപ്പൊ അവയെ താഴേക്ക് വളരെയധികം നോക്കണം. ഇപ്പൊ സ്കിപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇലയിൽ ഇരുന്നിട്ട് അങ്ങ്, അതുകൊണ്ടാണ് അതിനെ സ്കിപ്പർ എന്ന് വിളിക്കുന്നത്. തുള്ളൽ ശലഭങ്ങൾ എന്നാണ്. അവ പെട്ടെന്ന് അങ്ങ് പറന്നു പോകും, അപ്പൊ കാണത്തില്ല. അപ്പൊ എത്രയോ കാലം വേണം നമുക്ക് ഓരോ ചിത്രശലഭത്തിനെയും നമുക്ക് നന്നായി കാണുവാനും മനസ്സിലാക്കാനൊക്കെ. പിന്നെ പേരുകൾ തന്നെ നമുക്ക് പലതിനും ഇംഗ്ലീഷ് പേരുകൾ ആണ്. മലയാളത്തിൽ പിന്നീടാണ് നമ്മുടെ ചിത്രശലഭവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ചേർന്നാണ് പിന്നീടാണ് 80 പകുതിക്ക് ശേഷമാണ് മലയാളത്തിൽ പലതിനും പേരുകൾ. എന്നാൽ ഇപ്പോഴും ഇമ്പമായ മലയാളം പേരുകൾ ഇനിയും പല ചിത്രശലഭങ്ങൾക്കും വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് പേരുകൾ പലപ്പോഴും പെട്ടെന്ന് പഠിച്ച് നമുക്ക് ആ ചിത്രശലഭത്തിന്റെ അതൊരു പ്രധാനപ്പെട്ട ആ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പേര് പഠിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഏതൊക്കെ ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞ 6 ഫാമിലിയിൽ പെട്ട ചിത്രശലഭങ്ങൾ, അവയെ നമുക്ക് പിന്നീട് അവയുടെ രൂപം കൊണ്ടും അവയുടെ പ്രകൃതം കൊണ്ടും അവ എങ്ങനെയൊക്കെയാണ് ആഹാരം സമ്പാദിക്കുന്നത് അതൊക്കെ കൊണ്ട് നമുക്ക് ആ ചിത്രശലഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ സോളോട്ടേൽ എന്ന് പറയുമ്പോൾ നീണ്ട സോളോ പോലുള്ള ചെറിയ വാലുള്ള ചിത്രശലഭങ്ങളാണ്. അവ വളരെയധികം വേഗത്തിൽ പറന്ന് ചെടികളിൽ പൂക്കളിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കാതെ പറന്ന് തേൻ കുടിക്കുന്ന ചിത്രശലഭങ്ങളാണ്. എന്നാൽ ടൈഗേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന നിംഫാലിഡെ രോമക്കാലം ചിത്രശലഭങ്ങളാണ് പൂക്കളിൽ ഇരുന്ന് പതുക്കെ തേൻ കുടിക്കുന്നത്. അവയെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഓരോരോ ചിത്രശലഭ ജാതികൾക്കും ഓരോരോ പ്രത്യേകതയാണ്. അവ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോ ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ചിത്രശലഭങ്ങളാണ്. പക്ഷെ അത് ഏത് കുടുംബത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് കുടുംബത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റെഫറൻസ് ഗ്രന്ഥത്തിന്റെ സഹായത്തോടു കൂടി അത് ഏത് ചിത്രശലഭം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഈ ടൈഗർ എന്ന് പറഞ്ഞ ചിത്രശലഭങ്ങൾക്കെല്ലാം ഒരേ പാറ്റേൺ ആണ്. അവരുടെ ചിറക് കടുവാകളും അതുപോലെ നീല പുള്ളികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ചിത്രശലഭങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ നമുക്ക് ആ ഇനം കേരളത്തില് കുറച്ചിനമേ ഉള്ളൂ. അതുപോലുള്ള പുറത്ത് പോകുമ്പോൾ നമുക്ക് അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് അങ്ങനെ അവയുടെ വൈവിധ്യം നമുക്ക് ഈ ഫാമിലി കുടുംബത്തിന്റെ രീതിയിൽ നമ്മൾ അതിന്റെ. ശരി സാർ, എന്തായാലും ഈ കുഞ്ഞൻ ചിത്രശലഭങ്ങളുടെ വലിയ വിശേഷങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ അസാധ്യമാണ്. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും വളരെയധികം നന്ദി നമ്മുടെ സി പോസിറ്റീവിൽ അതിഥിയായി എത്തി ഈ ചിത്രശലഭങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.